വരന്തരപ്പള്ളി പഞ്ചായത്ത് വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് കാലങ്ങളായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം നിലനിർത്താൻ വനം വകുപ്പിന്റെ അനുമതി. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലമെന്നത് ഇനിയും സ്വപ്നമായി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വന്തമായി സ്ഥലം കണ്ടെത്തി നൽകിയാൽ കളിക്കളം നിർമ്മിക്കാൻ പഞ്ചായത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അന്നത്തെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പദ്ധതി ഇനിയും പ്രാവർത്തികമായില്ല. പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശത്താണ് നാട്ടുകാരായ യുവാക്കളും കുട്ടികളും കളിസ്ഥലമാക്കിയിരുന്നത്. രാവിലെയും വൈകിട്ടും നിരവധി പേരാണ് ഇവിടെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. എന്നാൽ സമീപത്തെ വനപ്രദേശങ്ങളിൽ ഉൾപ്പെടെ റീപ്ലാന്റേഷന്റെ ഭാഗമായി തേക്കിൻ തൈകൾ നടാൻ ആരംഭിച്ചപ്പോൾ ഈ മൈതാനത്തും തൈകൾ നടുന്നതിന് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചിരുന്നു. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം നഷ്ടപ്പെടുമെന്ന സ്ഥിതി വന്നതോടെയാണ് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വനംവകുപ്പിനെ നിവേദനവുമായി സമീപിച്ചത്. DFOയെ നേരിൽ കണ്ട് കളിസ്ഥലം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയായിരുന്നു. 50 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെട്ടിങ്ങപ്പാടം കാരളം കടവ് ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ഗ്രൗണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇത് സംബന്ധിച്ച് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറോട് നമ്മൾ സംസാരിക്കുകയും ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ സമ്മതം മൂടുകയും കൂടാതെ DFOയ്ക്ക് നിവേദനം നൽകുകയും നമുക്ക് തിരികെ ഈ ഗ്രൗണ്ട് വിദ്യാർത്ഥികൾ കളിക്കാനായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ ഗ്രൗണ്ട് കുട്ടികൾക്കായി തിരിച്ചു തന്നതിന് വനംവകുപ്പിന് നന്ദി പറയുകയാണ്. പ്രദേശവാസികളായ യുവാക്കളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ വനംവകുപ്പ് അധികൃതർ ഈ മൈതാനിയിൽ തൈകൾ നടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കുട്ടികൾ ലഹരിയിലേക്ക് വഴി തെറ്റരുതെന്നും അവർ കളിച്ചു വളരട്ടെ എന്നുമുള്ള ലക്ഷ്യത്തോടെ നാടിന്റെ കായിക ഭാവിയെപ്പറ്റി ചിന്തിക്കുകയും അനുകൂല തീരുമാനം സ്വീകരിക്കുകയും ചെയ്ത വനംവകുപ്പിന്റെ നടപടി പ്രശംസനീയമാണ്. ഒരു നാടിന് വിദ്യാലയം എന്ന പോലെ പ്രധാനമാണ് കളിസ്ഥലങ്ങളും. വരന്തരപ്പള്ളി പഞ്ചായത്ത് വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് അരനൂറ്റാണ്ടോളമായി ഇവിടുത്തെ കുട്ടികളും യുവാക്കളുമൊക്കെ കളിച്ച് വളർന്നിരുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇത് വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ വനംവകുപ്പ് ഇടപെട്ട് ഈ പ്രദേശത്ത് തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. ഏതായാലും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം കുട്ടികൾക്കുള്ള ഈ കളിസ്ഥലം നിലനിർത്തണമെന്ന ആവശ്യം പരിഗണിച്ച് വനംവകുപ്പ് ഇപ്പോൾ ഈ സ്ഥലം കളിസ്ഥലമായി തന്നെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ കുട്ടികൾ കായിക ലഹരിയിൽ കളിച്ചു വളരട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.